കൂടുന്തോറും പുരുഷന്മാർ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന എന്നാൽ ജീവന് തന്നെ ഭീഷണിയായിരിക്കുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. രാത്രികാലങ്ങളിൽ പലതവണ മൂത്രമൊഴിക്കാനായി എഴുന്നേൽക്കുക, മൂത്രധാരയുടെ വേഗത അല്ലെങ്കിൽ കനം കുറയുക, മൂത്രമൊഴിച്ച ശേഷവും അത് പൂർണ്ണമായി പോയിട്ടില്ലെന്ന തോന്നൽ ഉണ്ടാവുക എന്നിവയെല്ലാം വെറുമൊരു വാർദ്ധക്യ സഹജമായ മാറ്റമല്ല. പുരുഷന്മാരിൽ മൂത്രാശയത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ചെറിയ ഗ്രന്ഥിയായ പ്രോസ്റ്റേറ്റിൽ പ്രായം കൂടുന്തോറും പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും സാധാരണമായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം കൂടുന്ന ബെനിൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ എന്ന അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ പ്രോസ്റ്റേറ്റ് അണുബാധയും ലക്ഷണം കാണിക്കാതെ നിശബ്ദമായി പടരുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഇതിന്റെ ഭാഗമായി കണ്ടുവരാറുണ്ട്. പലരും ഈ ലക്ഷണങ്ങൾ പ്രായത്തിന്റെ ഭാഗമാണെന്ന് കരുതി ചികിത്സ തേടാൻ മടിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. കൃത്യസമയത്ത് ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ മൂത്രാശയത്തിന്റെ ആരോഗ്യത്തെയും വൃക്കകളുടെ പ്രവർത്തനത്തെയും ദോഷകരമായി ബാധിക്കുകയും ദൈനംദിന ഊർജ്ജസ്വലത പൂർണ്ണമായി നഷ്ടപ്പെടുത്തുകയും ചെയ്യും. പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലുള്ളവർക്കും കുടുംബത്തിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പാരമ്പര്യമുള്ളവർക്കും ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഭയപ്പെടേണ്ടതില്ല. തുടക്കത്തിൽ തന്നെ ലളിതമായ ചില ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും കൃത്യമായ പരിശോധനകളിലൂടെയും ഈ അവസ്ഥയെ നമുക്ക് എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കും. ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കുക, രാത്രി വൈകി അമിതമായി പാനീയങ്ങൾ കുടിക്കുന്നത് ഒഴിവാക്കുക, പതിവായി വ്യായാമം ചെയ്യുക, പ്രമേഹവും രക്തസമ്മർദ്ദവും കൃത്യമായി നിയന്ത്രിച്ചു നിർത്തുക, പുകവലിയും മദ്യപാനവും പൂർണ്ണമായി ഒഴിവാക്കുക എന്നിവ പ്രോസ്റ്റേറ്റ് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ചില സീറോ കോസ്റ്റ് മാർഗങ്ങളാണ്. രോഗത്തിന്റെ ഗൗരവവും അതിന്റെ ശാസ്ത്രീയമായ പരിഹാരങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കുവാനും നിങ്ങളുടെ കുടുംബത്തിലുള്ള പുരുഷന്മാരുടെ ആരോഗ്യം ഉറപ്പുവരുത്തുവാനും ഈ വിവരങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.